ഡൊണാൾഡ് ട്രംപിനെ കണ്ടിട്ടല്ല ഇസ്രയേൽ യുദ്ധം തുടങ്ങിവെച്ചത്. ആരംഭിച്ചെങ്കിൽ അവസാനിപ്പിക്കാനും അറിയാം. ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ പിന്മാറുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മറുപടി. ലക്ഷ്യം കാണാതെ അമേരിക്ക പിന്മാറിയാൽ ബലിയാടാകുന്നത് തങ്ങളാണ് എന്ന ഭീതിയിൽ ഗൾഫ് രാജ്യങ്ങൾ. ഇറാന്റെ അടിവേരറുത്തിട്ടേ ആയുധം താഴെ വയ്ക്കൂവെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇസ്രയേലിന്റെ ഉറപ്പ്. കരയുദ്ധമെന്ന് പ്രഖ്യാപിച്ച് USS ട്രിപ്പോളി കാർഗ് ലക്ഷ്യമാക്കി അയച്ച ട്രംപ് ഇപ്പോൾ പിന്നോട്ട് വലിയുന്നു. ഗൾഫ് രാജ്യങ്ങളെ യുദ്ധക്കളത്തിൽ പിടിച്ചിട്ട് കൊടുത്ത് ട്രംപ് കാലുവാരിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ. അമേരിക്കൻ നീക്കത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ് നെതന്യാഹു. ഇരുകൂട്ടരും തമ്മിൽ ഭിന്നതയെന്ന വാർത്തകളും പുറത്തുവരുന്നു. എന്നാൽ 1 ഇഞ്ച് പിന്നോട്ടേക്കില്ല എന്ന് ഇസ്രയേലിന്റെ പ്രഖ്യാപനം. ഞങ്ങൾക്ക് ഒരു പിന്തുണയും ആവശ്യമില്ലെന്നും ഇറാനെ ഞങ്ങൾ തീർത്ത് കെട്ടിയിട്ടേ മടങ്ങൂ എന്നാണ് ജൂതരാഷ്ട്രത്തിന്റെ പ്രഖ്യാപനം. ട്രംപിനെ കണ്ടിട്ടല്ല ഇസ്രയേൽ യുദ്ധത്തിന് ഇറങ്ങിയത്. ഒരു കാലത്തും അമേരിക്കയെ കണ്ടിട്ട് ഇറാനെയോ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ശത്രുക്കളെയോ ആക്രമിക്കാൻ ജൂതരാഷ്ട്രം നിന്നിട്ടില്ല. സ്വന്തം നിലയ്ക്ക് കയറി അടിക്കുന്നതാണ് ഞങ്ങളുടെ പതിവ്. ഇത് ജൂതരാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല. ഇറാന്റെ പ്രോക്സികളെ മുഴുവൻ അടിച്ച് താറുമാറാക്കി ഇറാൻ ഏറ്റവും വലിയ പ്രഹരം കൊടുത്തത് ഞങ്ങളാണ്. അന്ന് അമേരിക്കൻ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഇറാനെ 12 ദിവസത്തോളം നേർക്ക് നേർ നിന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അന്നും അമേരിക്കയെ കണ്ടിട്ടല്ല ഇസ്രയേൽ നിന്നത്. അന്ന് ഇറാൻ പോലും അറിയാതെ അവരുടെ രാജ്യത്തിനുള്ളിൽ ചാരവലയം തീർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അവരുടെ കരയും ആകാശവും കീഴടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇറാൻ അത് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. അത് ഇസ്രയേലിന്റെ ജൂത ബുദ്ധിയാണ്. ജൂതന്റെ ചോര വീഴ്ത്താൻ ആരിറങ്ങിയാലും അതിന് കണക്ക് ചോദിച്ചിരിക്കും. അതിന് ഞങ്ങൾക്ക് ആരുടെയും ആൾബലമോ ആയുധബലമോ വേണ്ടെന്നും പോരാട്ടം ജൂതന്റെ രക്തത്തിലുള്ളതാണെന്നും ഇസ്രയേലിന്റെ വാക്കുകൾ. ഒന്നുറപ്പിച്ച് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പിന്നോട്ടേക്കില്ല. ഇറാൻ കീഴടങ്ങും വരെ, മതഭരണകൂടം മുച്ചൂടും തകരും വരെ, ഇനി ഒരിക്കലും ഇറാൻ എന്ന ഭീകര രാഷ്ട്രം ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ബോധ്യപ്പെടും വരെ ഞങ്ങൾ ഈ യുദ്ധവുമായി കളത്തിലുണ്ടാകുമെന്നും കട്ടായം പ്രഖ്യാപിക്കുകയാണ് ഇസ്രയേൽ. 2 ആഴ്ചയ്ക്കുള്ളിൽ പിന്മാറുമെന്ന് US പ്രസിഡന്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇറാനെ പൂർണ്ണമായും തകർക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ചെറിയ ആശ്വാസം നൽകുന്നുണ്ട്. ഒരേ ലക്ഷ്യത്തോടെ യുദ്ധക്കളത്തിലിറങ്ങിയ ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിലെ ഈ ഭിന്നത വരും ദിവസങ്ങളിൽ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ നേരിടുന്നതിനായി മേഖലയിലെ പ്രധാന രാജ്യങ്ങളുമായി പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുന്നതായി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തി. ചൊവ്വാഴ്ച നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ സൈനിക ആണവ അഭിലാഷങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ആശങ്കകൾ കാരണം ഇസ്രയേലും ചില അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാകുന്നതായാണ് സൂചന. ഈ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പേരുകൾ നെതന്യാഹു വെളിപ്പെടുത്തിയില്ലെങ്കിലും ഈ പ്രധാനപ്പെട്ട ഉടമ്പടികളെക്കുറിച്ച് ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതിക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കും എതിരായ ആക്രമണങ്ങളിലൂടെ നേരിട്ടുള്ള ഭീഷണി ഒഴിവാക്കാൻ സാധിച്ചുവെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശേഷിയെ ഇസ്രയേൽ തകർത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ഇറാനിലെ ഭരണകൂടം വൈകാതെ തന്നെ തകരുമെന്നും നെതന്യാഹു പ്രവചിച്ചു. മേഖലയിലെ മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ഹിസ്ബുള്ള ഇനി ഇസ്രയേലിന് ഒരു ഭീഷണിയല്ലെന്നും നെതന്യാഹു പറഞ്ഞു. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ സാധിച്ചതും ഹിസ്ബുള്ളയുടെ ഭീഷണി കുറയ്ക്കാൻ കാരണമായി എന്ന് അദ്ദേഹം പറയുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കുമെതിരെ ഇസ്രയേൽ നടത്തിയ ശക്തമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയെ പോലുള്ള ഇറാൻ അനുകൂല സംഘടനകളുടെ ശക്തി കുറയ്ക്കാൻ സഹായിച്ചു എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളും പ്രാദേശികമായ ഇടപെടലുകളും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ഇത് നേരിടാൻ ഇസ്രയേൽ ഒറ്റയ്ക്കല്ല എന്നും നെതന്യാഹു പറഞ്ഞു. പുതിയ സഖ്യങ്ങൾ വഴി അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറുന്നതിനും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിനും പദ്ധതിയുണ്ട്. അമേരിക്കയുമായുള്ള ബന്ധം ശക്തമായി തുടരുമ്പോൾ തന്നെ മറ്റാഗോള ശക്തികളെ കൂടി ഉൾപ്പെടുത്തി ആക്രമണ സഖ്യം വിപുലീകരിക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ അമേരിക്കയുടെ നിലപാടിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളുണ്ട്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെതിരായ യുദ്ധത്തിൽ നിന്ന് കരാറില്ലാതെ തന്നെ പിന്മാറാൻ ആലോചിക്കുന്നുവെന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസ്താവിച്ചത്. എന്നാൽ പെട്ടെന്നുള്ള ട്രംപിന്റെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി ഇപ്പോൾ ഉയരുകയാണ്. ഇറാനുമായുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ
അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതിന് പിന്നാലെയാണ് കൂടുതൽ ആഗോള സഖ്യങ്ങൾക്കായി ഇസ്രയേൽ ഇപ്പോൾ നീക്കം നടത്തുന്നത്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇസ്രയേലിന്റെ ഇനിയുള്ള പദ്ധതികളെല്ലാം. നെതന്യാഹുവിന്റെ ഈ നീക്കം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകവും. അതേസമയം ഇസ്രയേലിന്റെ നീക്കത്തോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അമേരിക്ക ഇപ്പോൾ പിന്നോട്ടേക്ക് വലിയുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാക്കുന്നത്. കാരണം അമേരിക്കയോട് വെറുപിടിച്ചു നിൽക്കുന്ന ഇറാൻ ഏറ്റവും കൂടുതൽ കയറി അടിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ 10 മടങ്ങ് ആക്രമണങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാതി വഴിയിൽ അമേരിക്ക പിന്മാറിയാൽ അത് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കായിരിക്കും. ഈ ഒരു ഘട്ടത്തിലാണ് ഇറാനെ എതിർത്ത് നിൽക്കാൻ ഞങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നത്. കാരണം ഇക്കണ്ട കാലം അത്രയും ഇറാനെ തലപൊക്കാത്ത വിധം അടിച്ചിട്ടത് ഞങ്ങളാണെന്നും ഇനിയും ഞങ്ങൾക്കതിന് കഴിയുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിക്കുകയാണ്. ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇസ്രയേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന് ഇറാനിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ചില സാമ്പത്തിക കണ്ണുകൾ കൂടി ഉണ്ടെങ്കിൽ ഇസ്രയേലിന് അങ്ങനെയല്ല. അവർ ഇപ്പോഴും ആയുധമെടുക്കുന്നത് ആ രാജ്യത്തിന് വേണ്ടിയാണ്, ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ അമേരിക്കയുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരല്ല എന്ന്. ഈ യുദ്ധത്തിൻ്റെ പല ഘട്ടങ്ങളിലും ചില കേന്ദ്രങ്ങളിലേക്ക് അടിക്കരുതെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടും അതൊന്നും കേൾക്കാതെ ഇറാൻ്റെ പല മേഖലകളിലാണ് ഇസ്രയേൽ കയറി അടിച്ച് താറുമാറാക്കിക്കൊണ്ടിരുന്നത്. ഇറാനുമായുള്ള ഔദ്യോഗിക ഉടമ്പടികൾക്ക് കാത്തു നിൽക്കാതെ തന്നെ അധിനിവേശം അവസാനിപ്പിക്കാനാണ് വൈറ്റ് ഹൗസ് ലക്ഷ്യമിടുന്നത്. ഇതിൽ പരക്കെ ആശങ്കയും ഉയരുന്നുണ്ട്. ഒരു സമാധാന കരാറിലെങ്കിലും എത്തിച്ചിട്ട് അമേരിക്ക പിന്മാറിയിരുന്നെങ്കിൽ അതിലൊരു അന്തസ്സുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകൾ. ഇറാന്റെ ആണവശേഷി ഗണ്യമായി കുറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ പിന്മാറുമെന്നും ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും ഇറാനെ കീഴ്പ്പെടുത്താൻ 2 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കയ്ക്ക് എങ്ങനെ കഴിയും എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം അവർക്ക് ഈ പറയുന്ന യുദ്ധത്തിൽ ഇപ്പോൾ അതിമാരകമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് നിരന്തരം വെല്ലുവിളികൾ നടത്തിയിട്ടും അന്ത്യശാസനം കൊടുത്തിട്ടും അതൊന്നും വകവയ്ക്കാതെ ഇറാൻ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ ട്രംപ് ഇതിൽ നിന്ന് പൂർണ്ണമായി വലിയാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്ന ചർച്ചകളാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ മാത്രമാണ് തനിക്ക് പ്രധാനമെന്നും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തിന് സുരക്ഷയൊരുക്കാൻ ഇനി മറ്റു രാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്നും ഡൊണാൾഡ് ട്രംപ് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് മറ്റൊരു പ്രതിസന്ധിയാണ്. കാരണം ശത്രു രാജ്യങ്ങളിലെ കപ്പലുകൾ ഞങ്ങൾ കടത്തിവിടില്ല എന്ന് പറയുമ്പോൾ മറ്റു കപ്പലുകൾക്ക് ഈ വഴി പോകണമെങ്കിൽ കപ്പം നൽകേണ്ടി വരും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഭീമമായ തുക ഇറാന് കൊടുക്കേണ്ടി വന്നാൽ രാജ്യങ്ങൾക്കത് വലിയ പ്രതിസന്ധിയാണ്. ഇതിനൊന്നും പരിഹാരം ഉണ്ടാക്കാതെയാണ് ട്രംപ് ഉൾവലിയുന്നത്. അതായത് ഹോർമുസിലും ലോകരാജ്യങ്ങളെ മുഴുവൻ